പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞയാഴ്ച പാർലമെന്റ് ചേർന്നപ്പോൾ ഈ അദാനി അഴിമതിയിൽ ചർച്ച അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാട്, അതിനെതിരെ വലിയ പ്രതിഷേധം തീർക്കുന്ന പ്രതിപക്ഷം, സഭ അധികം നേരം ഇരുസഭകളും കാര്യമായി സമ്മേളിക്കാതെ പിരിയേണ്ടി വരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ചർച്ചകളെ ഭയപ്പെടുന്ന ഒരു കേന്ദ്ര സർക്കാർ, ഒരു പ്രധാനമന്ത്രി, ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു കേന്ദ്ര സർക്കാർ, ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി. അതാണ് നമുക്ക് പാർലമെന്റിൽ കാണാൻ കഴിയുന്നത്. ഈ ചോദ്യങ്ങളെയും ചർച്ചകളെയും ഒക്കെ ഭയമായതുകൊണ്ടാണല്ലോ ഇതിൽ നിന്ന് ഒളിച്ചോടുകയും അത് അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് ഞാൻ കേട്ടു. അതായത്, ഈ കഴിഞ്ഞ നിയമസഭാ സെഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ 7 അടിയന്തര പ്രമേയ ചർച്ചകളാണ് നമ്മുടെ കേരള നിയമസഭയിൽ നടന്നത്. ആ മാതൃക, ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാനുള്ള കേരള സർക്കാരിൻ്റെ ആ ഒരു ജനാധിപത്യ മര്യാദ, അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. സ്ഥിരമായി സംസ്ഥാന സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർ കൂടിയാണ് ആ രീതിയിൽ നമ്മുടെ സർക്കാരിൻ്റെ മേന്മ തിരിച്ചറിയുന്നത് എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും പാർലമെന്റിൽ ഇന്നും അദാനി വിഷയം തന്നെയാണ് ഏറ്റവും ശക്തമായി ഉയർന്നു വരാൻ സാധ്യത. ഒപ്പം തന്നെ സംഭാലിലെ കലാപം, മണിപ്പൂർ കലാപം, ഒപ്പം വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ 2 സഭകളിലും ഉയർന്നു വന്നേക്കാം. ഏതായാലും ചർച്ചയില്ലെങ്കിൽ, അദാനി അഴിമതിയിൽ ചർച്ചയില്ലെങ്കിൽ സഹകരണമില്ല എന്നാണ് പ്രതിപക്ഷം ഇന്നും ഉറപ്പിച്ചു പറയുന്നത്. സ്വാതി നമ്മളോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നോക്കാം എന്താണ് പാർലമെന്റിലെ സാഹചര്യമെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, ചർച്ചയില്ലെങ്കിൽ സഹകരണമില്ല പാർലമെന്റ് നടപടികളോട്. പ്രതിപക്ഷം ആ നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ചർച്ചകളെയും ചോദ്യങ്ങളെയും ഒക്കെ ഭയപ്പെടുന്ന ഒരു കേന്ദ്ര ഭരണ സംവിധാനത്തെയാണ് നമുക്ക് രാജ്യത്ത് കാണാൻ കഴിയുന്നത്, ദില്ലിയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ വന്നാൽ, ചോദ്യങ്ങൾ വന്നാൽ മറുപടി ഇല്ലാതാകുമോ എന്ന ഭയമാണോ ഇവരെ ഈ രീതിയിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ? തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലൊരു അവലോകനത്തിലേക്ക് എത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ പാർലമെന്റ് ചേരുന്ന സമയത്ത് ഒരു ഉച്ചയോടുകൂടി ഇരുസഭകളും പിരിയുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതിൽ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന്, അദാനി വിഷയം പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ പാർലമെന്റ് അത്തരത്തിൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒന്ന്, രാജ്യത്ത് നിരവധി പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ അതിനോടൊക്കെ മൗനം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പാർലമെന്റിലും കാണുന്നത്. പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസുകളൊന്നും അനുവദിക്കാത്ത സാഹചര്യം വിവിധ വിഷയങ്ങളിൽ. ഒന്ന്, സംഭാൽ എന്ന് പറയുന്നത് വലിയ കലാപത്തിലേക്ക്, സംഭാൽ വെടിവെപ്പ് വലിയ ഓരോ ദിവസവും സംഘർഷഭരിതമായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, നിരോധനാജ്ഞ അടക്കം. മാത്രമല്ല, ഈ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെയും അവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെയും നിലനിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ മറുപടി പറയാൻ, ആ വിഷയം ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത്. രണ്ടാമത്, അദാനി വിഷയമാണ്. അദാനി വിഷയം കുറേ നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ്. അദാനി വിഷയത്തിൽ കൃത്യമായ ചർച്ച തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള കാരണം അദാനി വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ വിഷയത്തിൽ പോലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടി കേന്ദ്രം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാർലമെന്റ് ഉച്ചയോടുകൂടി, ഒരു 12 മണിയോടുകൂടി ഇരുസഭകളും പിരിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നും എന്തായാലും പാർലമെന്റ് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെയാവും പ്രതിപക്ഷം ഉന്നയിക്കുക. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സ്ഥിതി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 2 സഭകളുടെ അധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുന്നു എന്നുള്ള വിഷയത്തിൽ തന്നെയാണ്. മാത്രമല്ല, മൂന്നാമതായി ഉള്ളത് മണിപ്പൂർ കലാപമാണ്. നമുക്കറിയാം, 1.5 വർഷക്കാലമായി നീണ്ടു നിൽക്കുന്ന മണിപ്പൂർ വംശീയ കലാപത്തിലും ഇതുവരെയും കേന്ദ്ര സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ആ വിഷയം തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ളതൊരു ജനാധിപത്യ മര്യാദയാണ്. എന്നാൽ ആ മര്യാദയൊക്കെ തന്നെയും ലംഘിച്ചുകൊണ്ട് മണിപ്പൂർ വിഷയം ഉയർത്തുമ്പോൾ പോലും അതിന് തയ്യാറാകാത്ത നിലപാടാണ്. ഇതൊക്കെ, ഈ വിഷയങ്ങളൊക്കെ തന്നെയും വലിയ ചർച്ചയും വിമർശനവുമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നത്. ഒരാഴ്ചക്കാലമായി പാർലമെന്റ് തുടങ്ങിയിട്ടും ഈ വിഷയങ്ങളൊന്നും തന്നെ പാർലമെന്റിൽ നിരന്തരമായി ഉയർത്തിയിട്ടും അതൊന്ന് സഭ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ആ വിഷയം അതുകൊണ്ട് തന്നെ വീണ്ടും ഈ പാർലമെന്റിൽ പ്രതിപക്ഷം ഇത് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച നിരവധിയായിട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇന്നും സഭയ്ക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്നതിൽ സംശയമില്ല മനു. ശരി സ്വാതി. ഏതായാലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. പ്രതിപക്ഷം ശക്തമായ നിലപാട്, ഒപ്പം തന്നെ ഭരണപക്ഷം ഈ ചോദ്യങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നുമൊക്കെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സ്വാതിയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ഇന്ന് 11 മണിക്ക് സഭ ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന്.